അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 2025 8ാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാമിലെ അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ വായിക്കുന്നത്. ബുക്ക് മാറിയതിന് ശേഷം ആദ്യമായിട്ട് നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഒന്നാമത്തെ കോളത്തിൽ ശരി അടയാളപ്പെടുത്താനുള്ളതാണ്. ഒന്ന്, നിസ്കാരത്തിൻ്റെ പൂർണ്ണതയ്ക്കാവശ്യമായ കർമ്മങ്ങളാണ്. നിസ്കാരത്തിൻ്റെ പൂർണ്ണതയ്ക്കാവശ്യമായ കർമ്മങ്ങൾ ഏതാ? ആൻസർ സുന്നത്തുകളാണ്. 2, കെട്ടി നിൽക്കുന്ന ജലാശയത്തിൽ വിസർജനം നടത്തൽ. ആൻസർ കറാഹത്ത്. 3, കുട്ടികളെ നിസ്കാരം പഠിപ്പിക്കണം 7 വയസ്സിന് മുമ്പ്. 4, നിഅമത്തിന് ശുക്ർ ചെയ്യൽ. ആൻസർ വാജിബ്. 5, വിസർജിക്കുന്നവൻ്റെ മുമ്പിൽ മറയുണ്ടാവണം 3 മുഴത്തിനുള്ളിൽ. എത്രയുള്ള മുഴമുണ്ട്? 3 മുഴത്തിനുള്ള മറയാണ് വേണ്ടത്. ഇനി അടുത്ത് ചേരുംപടി ചേർക്കുക. 6, മുറിവുകളിലെ രക്തം. ആൻസർ ബി ആണ്. നിസ്കാരത്തിൽ മാത്രം അഫ്വ് ഉള്ളത്. 7, മാംസത്തിൽ ശേഷിക്കുന്ന രക്തം. ആൻസർ ഡി. ഭക്ഷണത്തിൽ മാത്രം അഫ്വ് ഉള്ളത്. 8, പൂർണ്ണ ശുദ്ധിയോട് കൂടി ധരിക്കണം. ആൻസർ ഇ. ഖുഫ തടവുന്നതിനുള്ള നിബന്ധന. 9, ആദരിക്കപ്പെടേണ്ടവ മാറ്റിവെക്കുക. ആൻസർ എ. വിസർജനത്തിൻ്റെ മര്യാദ. 10, നജസിൻ്റെ പുക. ആൻസർ സി. നിരുപാധികം അഫുവുള്ളത്. മാപ്പ് നൽകേണ്ട പാഠം എന്ന് പറഞ്ഞാൽ അഫുവുള്ള അഫു അൻഹു എന്ന് പറഞ്ഞപ്പോൾ മാപ്പ് നൽകപ്പെടുന്ന നജസുകളെക്കുറിച്ച് ചർച്ച ചെയ്ത പാഠമല്ല. ആ പാഠത്തു നിന്ന് ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ചേരുംപടി ചേർക്കാനുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ വിട്ട ഭാഗം പൂരിപ്പിക്കുക. 11, ശരീരവും ആത്മാവും ഉൾക്കൊള്ളുന്ന ഡാഷുടെ അവസ്ഥയാണ് ത്വഹാറത്ത്. ശരീരവും ആത്മാവും ഉൾക്കൊള്ളുന്ന പരിശുദ്ധിയുടെ അവസ്ഥയാണ് ത്വഹാറത്ത്. 12, ശുദ്ധി ഡാഷിൻ്റെ പകുതിയാണ്. ശുദ്ധി വിശ്വാസത്തിൻ്റെ പകുതിയാണ്. 13, അല്ലാഹുമ്മ ജഅൽനി ഡാഷ് വജഅൽനി മിനൽ മുത്തത്വഹിരീൻ. അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുത്തത്വഹിരീൻ. 14, സ്ത്രീകൾക്ക് നിസ്കാരത്തിന് അവരുടെ വീടിൻ്റെ ഡാഷ് ഉത്തമം. അവരുടെ വീടിൻ്റെ ഏത് ഭാഗമാണ്? ഉള്ളറയാണ് ഉത്തമം. 15, അല്ലാഹുമ്മ അൻഇശ്ന വജ്ബുർന വഹ്ദിന ഡാഷ് വൽ അഖ്ലാഖ്. അല്ലാഹുമ്മ അൻഇശ്ന വജ്ബുർന വഹ്ദിന ലിസ്വാലിഹിൽ അമാലി വൽ അഖ്ലാഖ്. 16, ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ ഡാഷിൽ യാതൊരു സ്ഥാനവുമില്ല. എവിടെ? ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല. ഇനി നാലാമത്തെ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 17, ആഫിയത്തുൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ആൻസർ ആരോഗ്യം. 18, ആദരണീയ വസ്തുക്കളിൽ വിസർജനം നടത്തുന്നതിൻ്റെ വിധി. ആൻസർ ഹറാമ്. 19, അന്ത്യനാളിൽ ഓരോ മനുഷ്യരോടും ആദ്യമായി ചോദിക്കുന്നത് എന്തിനെക്കുറിച്ചായിരിക്കും? ആൻസർ നിസ്കാരം. 20, യാത്രക്കാർക്ക് ഖുഫ് തടവുന്നതിൻ്റെ കാലപരിധി എത്ര ദിവസം വരെ ഖുഫ് തടവാന്നുള്ളതാണ്. ആൻസർ 3 ദിവസം. 21, വുളൂഇൻ്റെ ഫർളുകളിൽ ഉപയോഗിച്ച വെള്ളത്തിന് പറയുന്ന പേര്. ആൻസർ മുസ്തഅമൽ. ഇനി നുബയ്യൻ 5ാമത്തെ വ്യക്തമാക്കാനുള്ളതാണ്. 22, നിസ്കാരം മനുഷ്യനെ തടയുന്നു എന്തിൽ നിന്ന്? ആൻസർ തെറ്റുകളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും. 23, കല്ല്, ടിഷ്യൂ തുടങ്ങിയവ കൊണ്ട് ശൗചിക്കുമ്പോൾ നിർബന്ധമാണ് എന്ത്? ആൻസർ 3 തവണയാകൽ നിർബന്ധമാണ്. 24, മുത്തനജ്ജിസായ വെള്ളം ശുദ്ധിയാവും എപ്പോൾ? ആൻസർ സ്വന്തം നിലക്കോ മറ്റു വെള്ളം ചേരുന്നത് കൊണ്ടോ 2 കൊല്ലത്തുള്ള മുത്തനജ്ജിസായ വെള്ളത്തിൻ്റെ ഗുണവ്യത്യാസം നീങ്ങിയാലും എന്താകും? ശുദ്ധിയാകും. ഇനി 4ാമത്തെ നഷ്റഹുൽ മാന അർത്ഥം എഴുതാനാണ്. 5, അഖിമിസ് സലാത്ത ലിദിക്രി. എന്താ ഇതിനർത്ഥം? എന്നെ സ്മരിക്കാൻ വേണ്ടി നിസ്കാരം നിലനിർത്തുക. അടുത്തത്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസ്. ആൺപെൺ പിശാചുക്കളിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. 27, ലാ യുഹാഫിദു അലൽ വുളൂഇ ഇല്ലൽ മുഅ്മിനൂൻ. സത്യവിശ്വാസിയല്ലാതെ വുളൂഇനെ പതിവാക്കുകയില്ല. ഇനി 7ാമത്തെ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാൻ. 28, വെള്ളത്തിൽ മാത്രം അഫ്വുള്ള ഒരു നജസ്. ആൻസർ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന മത്സ്യം പോലെയുള്ള ജീവികളുടെ കാഷ്ടം, ഒലിക്കുന്ന രക്തമില്ലാത്ത ചെള്ള്, പേന് എന്നിവയുടെ ശവം. 29, തിരുസുന്നത്തുകളിൽ പെട്ട 4 കാര്യങ്ങൾ എഴുതുക. ആൻസർ നഖം മുറിക്കുക, മുടി ചീകുക, മിസ്വാക്ക് ചെയ്യുക, ഗുഹ്യരോമം നീക്കുക.
30 വിസർജിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത 2 കാര്യങ്ങൾ. ആൻസർ ബ്രഷ് ചെയ്യൽ, മൊബൈൽ ഉപയോഗം. 31 മുസ്ലിമായ നിലയിൽ അല്ലാഹു തആലയെ കണ്ടുമുട്ടാൻ എന്തു ചെയ്യണം? ആൻസർ അദാൻ വിളിക്കപ്പെടുന്ന മസ്ജിദിൽ വെച്ച് തന്നെ 5 വക്ത് നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിക്കണം. 32 വുളൂ ചെയ്ത് മസ്ജിദിലേക്ക് പോകുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലം എന്ത്? വുളൂ ചെയ്ത് പള്ളിയിലേക്ക് പോകുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലം എന്താ? ഓരോ കാൽവെപ്പിനും അല്ലാഹു ഒരു നന്മ എഴുതുകയും അവൻ്റെ ഒരു ദറജ ഉയർത്തുകയും ഒരു പാപം പൊറുക്കുകയും ചെയ്യും. ഇനി 5 വരിയിൽ കുറയാതെ എഴുതാനുള്ളതാണ്. 33 ഒന്നുകിൽ ത്വഹാറത്തിനെ കുറിച്ച് എഴുതണം, അല്ലെങ്കിൽ വിസർജനത്തിൻ്റെ മര്യാദകൾ, രണ്ടാലൊന്ന് എഴുതണം. അപ്പോൾ ത്വഹാറത്ത് എന്നത് കേവലം വൃത്തിയല്ല, ശരീരവും ആത്മാവും ഉൾക്കൊള്ളുന്ന പരിശുദ്ധിയുടെ അവസ്ഥയാണ്. ശുദ്ധി ദൈനംദിന മുസ്ലിം ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ നജസിൽ നിന്ന് ശുദ്ധിയാക്കൽ. ഇങ്ങനെ പറഞ്ഞിട്ട് ത്വഹാറത്തിനെ കുറിച്ച് പേജ് 6 ഫസ്റ്റ് പാഠത്തിൽ തന്നെ പേജ് 6 ചർച്ച ചെയ്യുന്നുണ്ട്. വിസർജനത്തിൻ്റെ മര്യാദകൾ പാഠത്തിൽ 14-ാമത്തെ പാഠം മുതൽ പാഠത്തിൽ പേജ് നമ്പർ 14 വളരെ കൃത്യമായിട്ട് അക്കമിട്ട് തന്നെ അവിടെ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി ഇവിടെ ചേർക്കുക. 24 നിസ്കാരത്തിൻ്റെ നേട്ടങ്ങൾ, അല്ലെങ്കിൽ മസ്ഹുൽ ഖുഫ നടന്നതിനെക്കുറിച്ച് എഴുതാണ്. അപ്പോൾ നിസ്കാരത്തിൻ്റെ നേട്ടങ്ങൾ എന്താ? നിസ്കാരം അള്ളാഹുവിനെക്കുറിച്ച് നിരന്തരം ഓർമ്മിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ അടിമയാണെന്ന ബോധം നിസ്കരിക്കുന്നവൻ്റെ ഉള്ളിൽ വർദ്ധിപ്പിക്കുന്നു. മനസ്സിനെ നിർമ്മലമാക്കുന്നു, ജീവിതത്തെ സംശുദ്ധമാക്കുന്നു, തെറ്റുകുറ്റങ്ങളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും അകറ്റുന്നു. പേജ് 18 വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്ത് ഖുഫ തടവുന്നതിനെക്കുറിച്ചാണ്. കാലിൽ ധരിക്കുന്നതും നടക്കാൻ സൗകര്യമുള്ളതും ഉള്ളിലേക്ക് വെള്ളം ചേരാത്തതും കണങ്കാലിലേക്ക് കയറി നിൽക്കുന്നതുമാണ് ഖുഫ്. യാത്രക്കാരനും നാട്ടിൽ താമസിക്കുന്നവരും വുളൂഇൽ കാല് കഴുകുന്നതിന് പകരം ഖുഫ് തടവൽ ജായിസാണ്. പേജ് 9 വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അവിടെ നോക്കിയിട്ട് കൃത്യമായിട്ട് പഠിക്കുക. ഇതോടെ നമ്മുടെ 2025 നടന്ന അർദ്ധവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ വായിച്ചു കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.